നമസ്കാരം. ഒരു നമസ്കാരം പറയാനുള്ള ഒരു മൂടില്ല. എന്ത് പറ്റി? നല്ല വയറുവേന, ഗ്യാസിന്റെ ബുദ്ധിമുട്ട്. എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും അല്ല, എനിക്കിപ്പോ അനങ്ങാൻ പറ്റണം. നമുക്കിപ്പോ റെഡിയാക്കാം. നമ്മളിപ്പോ നിൽക്കുന്ന എവിടെ? ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. പ്രജിനെ പരിഹാരം ഇപ്പൊ റെഡിയാക്കി തരാം. നമുക്ക് പ്രജിനിപ്പോ ഒരു ഗ്യാസിന്റെ പ്രശ്നം, പ്രജിന് മാത്രമല്ല ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കാറൊക്കെ ചെയ്ത് വന്നതിന്റെ കൊണ്ടൊക്കെ വന്നതാണോ? ഉണ്ട്. അല്ല, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതേ മാത്രമല്ല, ഇത് നാട്ടിലുള്ള കുറെ ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതെന്താണ്, അതിനൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തുകൂടായോ എന്ന്. അപ്പൊ ഡോക്ടറെ നിർത്തി ചെയ്യുക പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഓ, നമുക്ക് ചെയ്യാം. അപ്പൊ അതെന്താ സംഭവം? നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് രണ്ട് സാധനമൊക്കെ ചിലപ്പോ ഒന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതാ. അടിപൊളിയായിട്ട് നമുക്ക് കാണാം. ഡോക്ടറെ എന്തൊക്കെയാ വേണ്ടത്? നമുക്ക് ഇതിനകത്ത് വീട്ടിൽ വേണ്ട സാധനങ്ങളാ. ഒന്ന് രണ്ടെണ്ണമൊക്കെ പുറത്തുനിന്ന് വേണ്ടി വരും. ഓക്കെ, ഇതറിയാമല്ലോ, കായം. സാമ്പാർ വെക്കണേ കായം വേണം. തിപ്പലി ഇത് ചിലപ്പോ കാണത്തില്ല, കടയിൽ നിന്ന് വാങ്ങിക്കട്ടെ. കുരുമുളക് ഇല്ലാത്ത വീടും എല്ലായിടും ഉണ്ട്. ചുക്കും എല്ലായിടും ഉണ്ട്. കരിഞ്ജീരകം ചിലപ്പോൾ മേടിക്കേണ്ടതായിട്ട്. ജീരകം അയമോദകം ചിലപ്പോൾ കടയിൽ നിന്ന് മേടിക്കണം. ഇന്ദുപ്പ് ഇപ്പൊ മിക്കവാറും വീടുകളിലൊക്കെ എല്ലായിടും ഇപ്പൊ ഇന്ദുപ്പാ ഉപയോഗിക്കുന്നത്. ഇത്രയും സാധനം മതി. അതുകൊണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതെല്ലാം നമ്മുടെ വീട്ടിലൊരു മിക്സി ഉണ്ടേ. അമ്മമാരാകുമ്പോൾ മിക്സി ഉപയോഗിക്കുക. തീർച്ചയായിട്ടും ഇതെല്ലാം കൂടി ഇട്ടൊന്നൊരു പൊടി പൊടിച്ച് അരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. ദേ മിക്സി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇത് വെക്കുന്നു. നമ്മൾ ആദ്യം കായ ഇട്ടു. തിപ്പലി. കായ ഇതൊന്നും ചൂടാക്കി ഒന്നും വേണ്ട. കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. എല്ലാം സമമായിരിക്കണം. ഏകദേശം ഞാൻ സമയം എടുത്ത് ഒരേ അളവായിരിക്കണം. എല്ലാം ഒരേ അളവ്. ഓക്കെ. അപ്പൊ നമ്മള് ആ കണ്ട സംഭവങ്ങളെല്ലാം ഒന്നിച്ച് ഇതിനകത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പൊടിക്കാം. പൊടിക്കാൻ പോവുകയാണ്. പൊടിക്കുന്ന മാത്രമല്ല, ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നല്ല ഈ വീഡിയോ കാണാം. പറയാം. നമുക്കെങ്കിൽ കറക്കാം. നമുക്ക് നോക്കാം. ഇതിപ്പോ പൊടിച്ചിട്ടുണ്ട്. പൊടി ഇതിപ്പോ ശരിക്കും ചേട്ടന് തൽക്കാലത്തേക്ക് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താ. ഇതുണ്ടാക്കി വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഡെപ്പി സൂക്ഷിച്ചു വെച്ചിരുന്ന ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോ നമ്മളൊന്ന് ചുരണ്ടി ഇട്ടിട്ട് നമ്മൾ ഏത് സാധനവും ഒന്ന് തരിയൊന്നും ഇല്ലാതെ അരിച്ചു വേണമല്ലോ എടുക്കാൻ. അരിപ്പ ഇല്ലാത്ത വീടും കാണത്തില്ലല്ലോ. ഇല്ല, എല്ലായിടും അരിപ്പയുണ്ട്. എല്ലാം നല്ല കൃത്യമായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി എന്താ ഡോക്ടറെ ചെയ്യുന്നത്? ഇത് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ചെറു ചൂടുവെള്ളം. ഇത് നമുക്ക് 2-3 രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. ചെറു ചൂടുവെള്ളം ഇപ്പൊ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഉച്ച കഴിഞ്ഞല്ലേ, അപ്പൊ നമ്മളതൊരു ചെറു ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ തന്നെ അതിന് നല്ല ഗുണം കിട്ടും. വേറെ ആണെങ്കിൽ ഇപ്പം ചിലവർ അറിയത്തില്ല, കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര ഗ്യാസാ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ ഒരു നല്ലൊരു നുള്ള് ഫസ്റ്റ് ഉരുള ചോറിന്റെ കൂടെ അങ്ങ് കഴിച്ചാൽ മതി. ആദ്യത്തെ ഉരുള ചോറിന്റെ കൂടെ ഇച്ചിരി നെയ്യൂടെ പുരട്ടി കഴിച്ചാൽ ഏറ്റവും നല്ലത്. ഓ, അടിപൊളി. ഇത് നമ്മളിപ്പോ വെള്ളത്തിലാ കഴിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് ഒരു സ്പൂണ് ഇത് മതി. ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ മതി. 10 ഗ്രാം മതി. വെള്ളത്തില് കലക്കുക. ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 നമസ്കാരം പറഞ്ഞതാ, അത് റെഡി ആയില്ല. കൃത്യമായിട്ട് തന്നില്ല. ഇത് അതിനു വേണ്ടി വയറിന്റെ പ്രശ്നം ഇപ്പൊ റെഡിയാക്കി തരും. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 1/2 ഗ്ലാസ് കുടിച്ചാൽ മതി അല്ലേ? മതി. കായത്തിന്റെ ചുവയാണ്, വേറെ അരുചിയൊന്നുമില്ല. ആ കായത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഗ്യാസ് അറിയാൻ പറ്റുന്നുണ്ട്. അതെ. ഇതുണ്ട്. ഇത് എത്ര സമയം എടുക്കും ഡോക്ടർ നമുക്കൊന്ന് റെഡി ആവാനായിട്ട്? 15 മിനിറ്റ് അറിയാൻ പറ്റുമേ. 15 മിനിറ്റ്. ഇത് എപ്പോഴാ കഴിക്കണ്ട? അങ്ങനെ അതിപ്പോ നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളപ്പോ ഇത് 2-3 രീതി കഴിക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന് കാച്ചിയ മോരിനകത്ത് ചേർത്ത് കഴിക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. ഒരു 3 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വയറുവേദനയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി പെട്ടെന്ന് വീട്ടിൽ വെച്ചിരുന്നാൽ കൊടുക്കാം. പിന്നെ ഇതേപോലെ ചെറു ചൂടുവെള്ളത്തിൽ കഴിക്കാം. ആ ഉപ്പിന്റെ രുചികളുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അതെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലവർ പറയുമ്പോ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര ഗ്യാസാ. അപ്പൊ നമ്മൾ ഒരു ഇച്ചിരി നെയ്ക്കകത്ത് ചാലിച്ചിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഉരുള ചോറിന്റെ കൂടെ ഒരു നുള്ളെടുത്ത് കഴിച്ചാലും
നല്ല എന്തായാലും ഒരു വിഷയമില്ല, നമ്മുടെ ആയുർവേദം അല്ലേ, ഒരു വിഷയമില്ല, കഴിക്കുക അല്ലെ, ഒരു പ്രശ്നമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? 15 മിനിറ്റ് കഴിഞ്ഞ്. നമസ്കാരം നമസ്കാരം. പോകെയാണല്ലോ. ശരി, ഡോക്ടറെ പേര്? എന്റെ പേര് ശ്രീജിത്ത് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേര്? ശ്രീ വൈദ്യനാഥപുരം ആയുർവേദ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിലെല്ലാം ഇപ്പോൾ ഡോക്ടറുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറുതല്ലത്, ശരിക്കും എല്ലാവർക്കും ഈ ഗ്യാസിന്റെ വലിയ പ്രശ്നമുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഓരോ വീഡിയോസായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പം മാക്സിമം ഇത് ചെയ്യാൻ പറ്റുന്നവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മേടിച്ച് ചെയ്യാൻ ശ്രമിക്കുക.